ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ തക്കാളി ഫ്രൈ കേട്ടോ ഉണ്ടാക്കാൻ തയ്യാറാക്കി. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, ഓയിലാണ് കേട്ടോ. പിന്നെ വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട്, പിന്നെ എല്ലാം ഒരുമിച്ച് ഇടാട്ടോ. തക്കാളി കറിക്ക് അത്രയും സെപ്പറേറ്റ് ഇടണമെന്നൊന്നുമില്ല. തക്കാളി ഇട്ടു. തക്കാളി ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെയും കൂടി പരിചയപ്പെട്ട. ഹലോ ഗായ്സ്, ഞാൻ ഇന്നലെ വന്ന ആൾ തന്നെയാണ്. ഉപ്പേരി വാങ്ങിക്കാൻ വന്ന ആള് പറയും. ഉപ്പേരി വാങ്ങിക്കാൻ വന്ന ആൾ തന്നെ ഞാൻ ഈ താത്താനെ എന്താക്കാൻ യൂട്യൂബ് ചാനലിൽ ഫേമസ് ആക്കാൻ ഞാൻ വന്നതാണ്. എന്നെ കാണിക്കണ്ടല്ലോ. ഗായ്സ്, ഇതൊരു പൂച്ചയുണ്ട്, താത്താന്റെ മിന്നു. ഫോട്ടോ എടുക്കട്ടെ. എന്നെ കണ്ടപ്പോ അതിനുള്ളതാ. നമുക്ക് ജയിച്ച പണിയാവോ? വാ മുത്തേ, വാ. വാങ്ങട്ടെ. എത്രയാ എന്നെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് എടുത്താൽ അത് കായാലും അവർ വലിയ പച്ചമുളകിന് ഇങ്ങനെ മുറിച്ചിട്ട് അതിടും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിൽ കാണിക്കും ഇതിൻ്റെ മക്കളാണ്. പിന്നെ ഞാൻ മഞ്ഞപ്പൊടി ഇടാറില്ല കേട്ടോ. തക്കാളി ഫ്രൈയിൽ കുറച്ച് മുളക് പൊടി മാത്രം ഇടാറുള്ളൂ. മഞ്ഞപ്പൊടി ഇടണം, എല്ലാവരും ഇടും. എനിക്ക് ഈ ചുവപ്പ് കളർ കാണാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി അധികം ഉപയോഗിക്കാം. മഞ്ഞപ്പൊടി നല്ലതാണ് ഇട്ടാൽ. താത്തന്നെ അങ്ങോട്ട് മാറിക്കട്ടെ. അതിൽ കട്ടിക്ക് മഞ്ഞട്ടാ ഇല്ല സ്വത്തെ, അവരൊന്നും കാട്ടില്ല. ഈ റെഡ് കളർ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അധികം മഞ്ഞപ്പൊടി അഥവാ ചേർത്തണം ശേഖരം ചേർത്തുള്ളൂ. അപ്പോൾ തക്കാളി കറിയിലിപ്പോൾ വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ ആയിട്ടോ. ഒക്കെ ഇവിടെ ഒക്കെ ആയി. ഇനി അതിൽ അത് വെന്ത് വരുമ്പോൾ മല്ലിയിലയും കറുവേപ്പിൻ്റെ ഇലയും ചേർക്കണം. കറുവേപ്പിൻ്റെ ഇല പിന്നെ ഇടും കേട്ടോ. ഇത് പിടിച്ച സ്വത്തെ തണ്ട് പിടിക്കും. അവിടെ ഇട്ടോ, ഞാൻ അടിച്ചൊരു വൃത്തിയാക്കണേ. എൻ്റെ കയ്യിൽ പൊടി ഉണ്ടാവണ്ട വെച്ചിട്ട് കടയിലേക്ക് പോയപ്പോൾ ഈ അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ ഒന്ന് വേഗം അടച്ചേക്കണം. ചോറ് വേണം മിന്നുന്. മിന്നു മനുട്ടിക്ക് ചോറ് വേണോ? വിശക്കുണ്ടാ? ഇനി വേണോ? ഇതിലിത്തിരി ചോറ് ഇട്ടിട്ട് തരാം നിങ്ങൾക്ക്. എത്ര ഉണ്ട്? എന്താടാ ഇത് പെണ്ണ? രണ്ട് പെണ്ണ? വീഡിയോ എടുക്കും. എല്ലാം എടുക്കണ്ടേ? ഇവിടെ ഒന്നും എടുക്കണ്ടോ. അത് ഇതിൽ കാണിക്ക്. മിന്നൂസിനുള്ള ചോറാണ് കേട്ടോ. മിന്നൂസും പുലിമുരിക്കാൻ വരയാനൊക്കെ കുറേ ഉണ്ട് പൂച്ചകൾ. അവരിങ്ങനെ അവർക്ക് വിശക്കുമ്പോൾ വരും. അപ്പോൾ അവർക്ക് ഞാൻ ഇറച്ചിയാണെങ്കിൽ മീനാണ് എന്തായാലും എടുത്തേക്കും. പാത്രങ്ങളൊക്കെ എന്ത്?
അപ്പം പിന്നെ ചോറ് തന്നെയാണ് കേട്ടോ. അതിൽ എന്തെങ്കിലും ഉറുമ്പ് വന്നാലോ വെച്ചാൽ അതിങ്ങനെ ഒരു വരട്ട് കൊടുക്കും ചോക്കോണ്ടേ, ഉറുമ്പ് വരില്ല. നേരെ സമാധാനത്തിൽ തിന്നു. മറ്റൊരു പോയാ ഇവളുടെ 2 കുട്ടികളുണ്ട് ചെറുതേ. അതിലത്തെ ഒരു കുട്ടി ഇന്നലെ കിണറ്റി പെട്ടു. എനിക്ക് കെറ്റി പറഞ്ഞു എന്നോട്, രക്ഷപ്പെട്ടോ മരിച്ചു പോയോന്നൊന്നും അറിയില്ല. ഇങ്ങനെ എടുക്കണം നമുക്ക് കാണാനാണ്. അപ്പോൾ എന്താ തക്കാളിക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇവിടെ സെറ്റാവട്ടെ. അവർ പള്ളിയിൽ നിന്ന് പിരിയുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള അവർക്ക് തക്കാളിക്കറിയാണ്. അവർക്ക് ഇടക്കിടക്കിൻ്റെ തക്കാളിക്കറി ആണ്. അപ്പം നമ്മളെ തക്കാളിക്കറി റെഡിയായി. അതിലേക്ക് ഞാൻ മല്ലിയില കറിവേപ്പിൻ്റെ ഇല ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിയില പിച്ചിട്ട് ഒക്കെ കഴിഞ്ഞാൽ തക്കാളിക്കറി സെറ്റ്. അപ്പം ഇന്നത്തെ നമ്മളെ ഫുഡാണ് കേട്ടോ. ഉച്ചക്കലത്തെ രാത്രിക്ക് പിന്നെ അവർക്ക് കല്യാണം ഉള്ളതുകൊണ്ട് അവർ പള്ളിയിൽ പോകേണ്ട തിരക്കൊണ്ടേ നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കാനുള്ള ഓർഡർ തന്നു പോയതാട്ടോ. അപ്പം നമ്മളെ തക്കാളിക്കറി അപ്പം നമ്മളെ തക്കാളിക്കറി റെഡിയായി. ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അസ്സലാം. അടുത്ത വീഡിയോസിൽ ബാക്കി.